Hi all, this is Meera. Welcome back to High School Max. ഇന്നത്തെ വീഡിയോയിൽ 2010 നടന്ന ഫയർമാൻ എക്സാമിന്റെ മാത്സ് മെന്റബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഫയർമാൻ മാത്സ് വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്. അതോടൊപ്പം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A is taller than B, B is taller than C, D is taller than E and E is taller than B. Who is the shortest? Option A B, option B E, option C B, option D C. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് A is taller than B. A is taller than B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A B യെക്കാളും നീളമുണ്ട്. B is taller than C. അപ്പം B യെക്കാളും ചെറുതാണ് C എന്നാണ് പറയുന്നത്. D is taller than E. അപ്പം E യെക്കാളും ടോളർ ആണ് ഡി എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പറയുന്നത് ഇ ഈസ് ടോളർ ദാൻ ബി. ഇ ഈസ് ടോളർ ദാൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയുടെയും ഡിയുടെയും സ്ഥാനം ഇതിന് മുകളിലാണ്. ഇനി നമ്മളോട് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് ഹു ഈസ് ദ ഷോർട്ടസ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഷോർട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുതാണ്. ഏറ്റവും ചെറുത് ആരാണ്? സി ആണ്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. A shopkeeper wants to get 20% gain on an article after allowing a discount of 15%. If the article costs him rupees 153, what price should be marked on the article? Option A 216, option B 184, option C 162, option D 224. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു ഷോപ്പ് കീപ്പറിന് 20% ലാഭം വേണം ഒരു ആർട്ടിക്കിളിൽ ആഫ്റ്റർ അലോവിങ് എ ഡിസ്കൗണ്ട് ഓഫ് 15%. അപ്പോൾ ആ ആർട്ടിക്കിളിന് 15% ഡിസ്കൗണ്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. അതിന് ശേഷവും അദ്ദേഹത്തിന് 20% ലാഭം വേണം. ഇഫ് ദ ആർട്ടിക്കിൾ കോസ്റ്റ് ഇൻ റുപ്പീസ് 153, അപ്പോൾ അദ്ദേഹത്തിന് ആ ആർട്ടിക്കിളിന്റെ എമൗണ്ട് എത്രയാണ് ആയത്? 153 രൂപയാണ് ആയതെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആ ആർട്ടിക്കിളിൽ മാർക്ക് ചെയ്യുന്ന ആ സെല്ലിംഗ് പ്രൈസ് എന്താണെന്നാണ്, മാർക്ക് ചെയ്യുന്ന പ്രൈസ് എന്താണെന്നാണ് ചോദിക്കുക. അപ്പം നമുക്ക് നോക്കാം. ഇദ്ദേഹത്തിന് എത്ര എമൗണ്ട് ചെലവായി? 153 രൂപ ചെലവായി. അദ്ദേഹത്തിന് 20% ലാഭം വേണമെന്ന് പറയുവാണെങ്കിൽ 153ന്റെ കൂടെ 20%, അതിന്റെ 20% കൂടെ കൂടുതൽ എമൗണ്ട് കിട്ടണം. എങ്കിൽ മാത്രം അദ്ദേഹത്തിന് അത് 20% ലാഭം ഉണ്ടായെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് നമുക്ക് നോക്കാം. 153ന്റെ കൂടെ 153ന്റെ 20% കൂടി ഇത്രയും ലഭിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് 20% ലാഭം, അത്ര എമൗണ്ട് കിട്ടിയെന്ന് പറയുക. ഇനി നോക്കി, ഇവിടെ മാർക്ക് ചെയ്യുന്ന പ്രൈസ് ആണ് നമ്മളോട് ചോദിച്ചത്. അത് നമ്മൾ അറിയാത്തതുകൊണ്ട് എക്സ് എന്ന് എടുത്തു. ഇനി എക്സ് എമൗണ്ട് എക്സ് റുപ്പീസ് ആണെന്ന് മാർക്ക് ചെയ്താൽ അത്ര എമൗണ്ട് അദ്ദേഹത്തിന്റെ കൈ വരത്തില്ല. കാരണം 15% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പം ഈ എക്സ് എന്ന് പറയുന്ന പ്രൈസിൽ നിന്ന് എക്സിന്റെ 15% കൂടി കുറച്ചതിന് ശേഷം മാത്രമേ അദ്ദേഹത്തിന്റെ കയ്യിൽ എമൗണ്ട് വരത്തുള്ളൂ. ഈ എമൗണ്ട് ഇതിനോട് ഈക്വൽ ആയാലാണ് അദ്ദേഹത്തിന് 20% ഗെയിൻ കിട്ടിയെന്ന് പറയാൻ പറ്റുക. ഇതാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കുവാണെങ്കിൽ ഇവിടെ ഡിനോമിനേറ്ററിൽ 100 ഉണ്ട്. അപ്പോൾ ഇവിടെ 100 ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? അബ്സോൺ ചെയ്തും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 100x നിന്ന് 15x മൈനസ് ചെയ്യുക. ഇവിടെ നമുക്ക് ലഭിക്കുക 85x/100 എന്ന് വരും. ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് നമുക്ക് ചെയ്യാം. 20/100 എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര വരും? 1/5 ആണെന്ന് പറയാം. ഇനി 153നെ 5 കൊണ്ട് നമുക്ക് കട്ട് ചെയ്യാം. 5 × 3 15 വന്നു. ഇവിടെ 3 ആണ്, 0 വന്നു, 30 ആണ്. 6 × 5 30. അപ്പോൾ 30.6. അപ്പോൾ 153ന്റെ കൂടെ 30.6 എമൗണ്ട് കൂടുതൽ കിട്ടണം. അപ്പോഴാണ് 20% ലാഭം കിട്ടുക. ഇത് എത്ര വരും? 183.6 എന്ന് വരും. ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഇനി ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി എക്സ് ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ 183.6 ഉണ്ട്. 85/100 ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും 100/85 ആയി. ഇനി ഇവിടെ ഈ പോയിന്റ് മാറ്റാൻ വേണ്ടി എന്താണ്? ഈ 100ലെ ഒരു സീറോസ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടുത്തെ പോയിന്റ് മാറിയത് 1836 ആയി. 10/85, 5 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 5 × 2 ആണ് 10. ഇവിടെ 17 × 5 ആണ് 85. ഇനി 1836നെ 17 കൊണ്ടൊന്ന് കട്ട് ചെയ്യാം. 18നകത്ത് 1 ടൈം. 17 × 1 17 ആണ്. 18ൽ നിന്ന് 17 മൈനസ് 1 ഉണ്ട്. 13 എന്ന് വന്നു. അപ്പൊ 13 എന്നുള്ളത് നമുക്ക് ഇതിപ്പോ ഇങ്ങനെ ചെയ്യാൻ അറിയാത്തവർ 1836നെ എടുത്ത് എഴുതി 17 കൊണ്ടൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പൊ 0 വന്നു, 136 എന്ന് വന്നു. 17 × 8 ആണ് 136 വരുന്നതുകൊണ്ട് 108 എന്ന് വന്നു. അപ്പൊ 108 × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 108ന്റെ ഇരട്ടി 216. അപ്പൊ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ആണ് 216 ആണ്. 216 രൂപ മാർക്ക് ചെയ്താലാണ് അദ്ദേഹത്തിന് 15% ഡിസ്കൗണ്ടിന് ശേഷം ഈ 183.6 രൂപ കൈ കിട്ടുക. ഇത്ര ഇലാബറേറ്റ് ആയിട്ട് എഴുതി നോക്കണമെന്നില്ല. നമുക്ക് ഒന്നുകൂടി നോക്കാം. 183 രൂപയാണ് ആ ഒരു കച്ചവടക്കാരന്റെ കയ്യിൽ നിന്ന് മുടക്കിയത്. അപ്പൊ 153ന്റെ
10% എങ്ങനെയാണ് ഈസി ആയിട്ട് കണ്ടെത്തുക? ഇവിടെ ഒരു പോയിന്റ് ഇട്ടാൽ മതി, 15.3 വരും. അപ്പം നമുക്കിവിടെ വേണ്ടത് 20%. അപ്പോൾ ഈ 10 ന് 20 ആകാൻ വേണ്ടി 10നെ 10 കൊണ്ട് ആഡ് ചെയ്ത പോലെ തന്നെ 15.3നെ 15.3 കൊണ്ട് ഒന്നുകൂടെ ആഡ് ചെയ്താൽ മതി. അപ്പം 15.3 ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? ഇവിടെ 6 വന്നു, 15 15 30 വന്നു. അപ്പോൾ 30.6 എന്ന് പറയുന്നതാണ് 153ന്റെ 20%. ഇനി 153ന്റെ കൂടെ 30 കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 183.6. ഇതാണ് അദ്ദേഹത്തിന് കിട്ടേണ്ട എമൗണ്ട് എന്ന് കിട്ടി. അതുപോലെ തന്നെ ഇവിടെ നോക്കിയേ, നമ്മൾ ആ ആർട്ടിക്കിളിന് ഒരു എമൗണ്ട് മാർക്ക് ചെയ്യുന്നത് എക്സ് ആണ്. ഈ എക്സ് എന്ന് പറയുന്നത് 100% ആണ്. ഇനി ഇതിന് 15% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 100ൽ നിന്ന് 15 മൈനസ് ചെയ്യുക, 85%. അപ്പൊ എക്സിന്റെ 85% എന്ന് പറയുന്നതാണ് എക്സ് ഇൻറ്റു 85/100 എന്ന് പറയുന്നതാണ് എന്ത്? 183.6. അപ്പൊ ഇതിൽ നിന്ന് എക്സ് കാണാൻ വേണ്ടി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 100/85 ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് എന്താണ്? ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ 85/100 ഇവിടെ വരുമ്പോഴത്തേക്ക് അതിന്റെ റെസിപ്രോക്കൽ 100/85 ആവും. ബാക്കി നമ്മൾ നേരത്തെ പറഞ്ഞ കാൽക്കുലേഷൻ തന്നെ. അപ്പൊ ഇത്രയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്രയും ഇലാബറേറ്റഡ് എഴുതാതെ ഇങ്ങനെയും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. തേർഡ് വൺ നോക്കാം. How long does a train 110 meter long running at a speed of 36 km/h take to cross a bridge of 132 meter in length? Option A 18 seconds, option B 15.9 seconds, option C 21 seconds, option D 24.2 seconds. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു ബ്രിഡ്ജിന്റെ ലെങ്ത് 132 മീറ്റർ തന്നിട്ടുണ്ട്. ഇനി ഒരു ട്രെയിനിന്റെ ലെങ്ത് 110 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. അതിന്റെ സ്പീഡ് 36 km/h ആണ്. ഇനി ഇവിടെ ഹൗ ലോങ്, എത്ര ടൈം എടുക്കുമെന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം ടൈമിന്റെ ഇക്വേഷൻ എന്താണ്? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. ഇനി ഇവിടെ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ട്രെയിനിന്റെ ലെങ്തും ഈ ബ്രിഡ്ജിന്റെ ലെങ്തും കൂടെ ആഡ് ചെയ്യുന്നതാണ്. കാരണം ഈ ട്രെയിൻ ഇതിനെ ഓവർകം ചെയ്തെന്ന് പറയുന്നത് എപ്പോഴാണ്? ഈ ട്രെയിൻ ഫുള്ളും അതിന്റെ ബോഡി ഫുള്ളും ഇതിനെ കവർ ചെയ്ത് പോകുമ്പോഴാണ്. അപ്പോഴത്തേക്കും നമ്മൾ എടുക്കേണ്ട ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ട്രെയിനിന്റെ ലെങ്ത് കൂടെ ചേർന്നാണ്. അപ്പോഴത്തേക്കും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 132 + 110 വരും, ഡിവൈഡഡ് ബൈ സ്പീഡ് നമുക്കറിയാം 36. ഇതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇതിന്റെ യൂണിറ്റ് ആണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഡിസ്റ്റൻസ് മീറ്ററിലാണ്, സ്പീഡ് km/h, ഇവിടെ ടൈം സെക്കൻഡ്സിലാണ്. അതുകൊണ്ട് തന്നെ എന്താണ്? ഈ km/h മീറ്റർ/സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനുവേണ്ടി 5/18 കൊണ്ടാണ് ഈ സ്പീഡിനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ സ്പീഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടുത്തെ 36ന്റെ കൂടെ 5/18 കൂടെ വരും. ഇനി നമുക്ക് നോക്കാം. 132 + 110 എന്ന് പറയുമ്പോൾ 132 100 232 242 എന്ന് വന്നു. 242 ഡിവൈഡഡ് ബൈ 36 × 5. 5/18 ഈ ഡിനോമിനേറ്റർ ഇവിടുത്തെ അംശത്തിലോട്ട് പോകും, ഇവിടെ 18 വരും. നോക്കാം. 18 × 2 ആണ് 36. 242നെ 2 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 1 2 1 വന്നു, 121/5. അപ്പോൾ 5 കൊണ്ട് ഇതിനെ കട്ട് ചെയ്യുക. 5 × 2 10 വന്നു, റിമൈൻഡർ 2 കൊണ്ട് 21 വന്നു. 5 × 4 20 വന്നു, 0.1 വന്നു. സോറി, ഇവിടെ റിമൈൻഡർ 1 വന്നു, ഇവിടെ നമ്മൾ പോയിന്റ് കൊടുത്തു. 5 × 2 ആണ് 10. ഇനി ഒന്നുകിൽ 121നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. നമുക്ക് ലഭിക്കുന്ന ആൻസർ 24.2 ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 24.2 seconds. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. A man has equal number of 1 rupee, 5 rupee and 10 rupee notes with him. If he has rupees 480 with him, the number of 1 rupee notes is option A 16, option B 28, option C 30, option D 24. ഇവിടെ പറയുന്നത് ഒരാളുടെ കയ്യിൽ 1 രൂപ, 5 രൂപ, 10 രൂപയുടെ ഈക്വൽ നമ്പർ ഓഫ് നോട്ട്സ് ആണുള്ളത്. അതായത് ഇവയ്ക്ക് ഇപ്പം 1 രൂപയുടെ എക്സ് നമ്പർ ഉണ്ടെങ്കിൽ 5 രൂപയുടെയും 10 രൂപയുടെയും എക്സ് നമ്പറാണ് നോട്ട്സ് ഉള്ളത്. ഇനി ഇവിടെ നമുക്ക് തന്നിരിക്കും 1 രൂപയുടെ എക്സ് നോട്ടുണ്ട്. അതായത് 1 രൂപയുടെ 10 നോട്ട് ഉണ്ടെങ്കിൽ ടോട്ടൽ എമൗണ്ട് എത്രയാണ്? 10 × 1 10 രൂപ. അതായത് 5 രൂപയുടെ 10 നോട്ട് ഉണ്ടെങ്കിൽ 10 × 5 50 എന്ന് പറയുന്ന പോലെ. അപ്പൊ ഇവിടെ 1 രൂപയുടെ എക്സ് നോട്ട് ഉണ്ടെന്ന് പറയുമ്പോൾ അതിന്റെ എമൗണ്ട് എത്രയാണ്? 1x. ഇതുപോലെ തന്നെ 5 റുപ്പീസിന്റെ എക്സ് നോട്ടാണ്, 5x റുപ്പീസ് ഉണ്ട്, ഇവിടെ 10x റുപ്പീസ് ഉണ്ട്. ഇനി അദ്ദേഹത്തിന്റെ കയ്യിൽ 450 രൂപയാണ് ടോട്ടൽ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും 480 ആണ്. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 480 ആണെന്ന് നമുക്ക് കിട്ടും. ഇതിൽ നിന്ന് എക്സിന്റെ വാല്യൂ ആണ് കിട്ടേണ്ടത്. അപ്പം 10x + 5x + 1x എന്ന് പറയുമ്പോൾ 5 1 6, 10 1 10 6 16 1 16x. ഈ 16x എന്ന് പറയുന്നതാണ് 480. ഇതിൽ നിന്ന് എക്സിന്റെ വാല്യൂ എങ്ങനെ കണ്ടെത്താം? 480/16 ആണ്. 16 × 3 ആണ് 48. അതുകൊണ്ട് തന്നെ 30 എന്ന് നമുക്ക് പറയാം. അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് 30 എന്ന് കിട്ടി. നമുക്കറിയാം എല്ലാ റുപ്പീസും എക്സ് എമൗണ്ട് എത്ര എണ്ണമാണുള്ളത്? എക്സ് ആണുള്ളത്. ഇവിടെ നമ്മളോട് പ്രത്യേകം ചോദിച്ചിട്ട് നമ്പർ ഓഫ് 1 രൂപ നോട്ട് എത്ര എണ്ണം ഉണ്ടെന്നാണ് ചോദിക്കുക.
ഏത് നോട്ടിന്റെ കാര്യം ചോദിച്ചാലും 30 എണ്ണമാണുള്ളത്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഫിഫ്ത്ത് വൺ നോക്കാം. There are 50 students in a class. In a class does 22 students get 25 marks each. 18 students get 30 marks each. Each of the remaining gets 16 marks. The average mark of the whole class is option A 27, option B 25, option C 28, option D 24. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റിനെ പറഞ്ഞിരിക്കുന്ന ടോട്ടൽ ആ ഒരു ക്ലാസ്സിൽ 50 പേരാണുള്ളത്, 50 സ്റ്റുഡൻസ് ആണുള്ളത്. അവിടെ ഒരു ക്ലാസ് ടെസ്റ്റിൽ 22 പേർക്ക് 25 മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 മാർക്സ് ഈച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 22-ൽ ഓരോരുത്തർക്കും 25 വെച്ച് കിട്ടി. അതായത് നമുക്ക് പറയാൻ പറ്റും 22 എന്ന് പറഞ്ഞ നമ്പറാണ്, 25 എന്ന് പറഞ്ഞാൽ ആവറേജ് ആണെന്ന് പറയാം, ഓരോരുത്തർക്ക് 25 വെച്ച് കിട്ടിയെന്ന് പറയുമ്പോൾ. ഇനി 18 സ്റ്റുഡൻസിന് 30 മാർക്ക്, അതായത് 18 സ്റ്റുഡൻസിൽ ഓരോരുത്തർക്കും 30 മാർക്ക് വെച്ച് കിട്ടി. ഇനി ഈച്ച് ഓഫ് ദ റിമൈനിങ് എന്ന് പറയുമ്പോഴത്തേക്കും ബാക്കിയുള്ളവർക്ക് ആ ക്ലാസ്സിൽ ഇനി ബാക്കിയുള്ളവർ അത് എത്ര പേരാണ്? 22ഉം 18ഉം ആഡ് ചെയ്യുമ്പോൾ 20ഉം 10ഉം 30, 8ഉം 2ഉം 10 ആണ്, 40 വന്നു. അപ്പം ടോട്ടൽ 50 പേര്, അതിൽ 40 പേര് കഴിഞ്ഞാൽ ബാക്കി ഇനി 10 പേരാണുള്ളത്. ഈ 10 പേരിൽ ഓരോരുത്തർക്ക് 16 മാർക്ക് വെച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളോട് ചോദിച്ചിരുന്ന ഈ ക്ലാസ്സിന്റെ ഹോൾ ക്ലാസ്സിന്റെ ആവറേജ് മാർക്കാണ്. അപ്പൊ ആവറേജ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ബൈ നമ്പർ ആണ്. ടോട്ടൽ ബൈ നമ്പർ എന്ന് പറഞ്ഞാൽ 50 സ്റ്റുഡൻസ് ആണുള്ളത്. ഈ 50 സ്റ്റുഡൻസിന്റെ ടോട്ടൽ മാർക്ക് വേണം. അതിനുവേണ്ടി ഈ ടോട്ടൽ മാർക്കിന് വേണ്ടിയാണ് നമുക്ക് ഇത് തന്നിരിക്കുന്നത്. അതായത് നമുക്കറിയാം ആവറേജ് നമ്പർ ഉണ്ടെങ്കിൽ ടോട്ടൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. 22 പേരുടെ ആവറേജ് വന്നിട്ടുണ്ട്, 22 പേരുടെ ടോട്ടൽ മാർക്കാണ്. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 25 × 22 ആണ് ചെയ്യേണ്ടത്. 25 × 20 ചെയ്യുമ്പോൾ 500 വരും. 25 × 2 50 ആണ്. 500 + 50 550 വരും. ഇനി 18 × 30 ചെയ്യണം, 18 പേരുടെ ടോട്ടൽ മാർക്ക് കാണാൻ വേണ്ടി. 18 × 3 54 ആണ്, 540 വന്നു. 30ന്റെ ഒരു 0യും കൂടെ വന്നു. 10 × 16 ചെയ്യണം, 10 പേരുടെ മാർക്ക് കാണാൻ വേണ്ടി 160. 50 പേരുടെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നതാണ്. 500 500 1000 വന്നു. 1000 + 100 1100. 60 40 100 ആണ്, 1200 വന്നു. 1250 വന്നു. അപ്പം 50 പേരുടെ ടോട്ടൽ മാർക്ക് 1250, നമ്പർ 50 ആണെന്നറിയാം. ആവറേജ് മാർക്കാണ്, ഇങ്ങനെ ചെയ്താൽ പോരെ. 00 ക്യാൻസലായി. 125നെ 5 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ എത്രയാണ്? 25. 25 × 5 ആണ് 125. അപ്പൊ ഈ ക്ലാസിന്റെ ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 25 ആണ്. സിക്സ്ത് വൺ നോക്കാം. എ ബാങ്ക് കോമ്പൗണ്ട്സ് ഇൻട്രസ്റ്റ് ഹാഫ് ഇയർലി. രാജു deposits ₹25,000 in the bank at a rate of 8%. The total interest at the end of 1 year is option A 2,000 rupees, option B 4,000 rupees, option C 2,040 rupees, option D 4,080 rupees. അപ്പോൾ ഇവിടെ പറയുന്നത് ബാങ്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പറയുന്നത് ഹാഫ് ഇയർലി, അർദ്ധവാർഷികമായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. ഇവിടെ 25,000 രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. 8% ഇവിടുത്തെ പലിശ നിരക്കം തന്നിട്ടുണ്ട്. ടോട്ടൽ ഇൻട്രസ്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് 1 ഇയർ, ഒരു വർഷം കഴിഞ്ഞുള്ള ഇൻട്രസ്റ്റ് ആണ് കാണാൻ പറയുന്നത്. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ നമുക്ക് ആദ്യം അറിയാം. A is equal to P into 1 plus R by 100 the whole raised to n ആണ്. അപ്പോൾ ഇക്വേഷൻ വൈസ് നമ്മളിത് ചെയ്യുവാണെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഹാഫ് ഇയർലി ആണ്. ഈ ഇക്വേഷൻ എന്തിനു വേണ്ടിയുള്ളതാണ്? ആനുവലി കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കുള്ള കേസാണ്. അപ്പോൾ ഹാഫ് ഇയർലി എന്ന് പറഞ്ഞാൽ വരുന്നത് ഇവിടെ 200 വരും, ഇവിടെ 2n വരും. ഇതാണ് ഇക്വേഷനിലെ ചേഞ്ച്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ എന്ത് വരും? P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25,000 ആണ്. 1 പ്ലസ് R എന്ന് പറഞ്ഞാൽ 8 ആണ്, 8/200 എന്ന് വരും. ഇൻറ്റു 1 ഇയർ എന്നുള്ളത് എന്താണ്? 2 × 1 വന്നു, 2 വന്നു. അതായത് R റേറ്റ് എന്ന് പറഞ്ഞാൽ 8% എന്നുള്ളത് അതിൻ്റെ നേരെ പകുതിയാകും. അതായത് ഇവിടെ നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്? 4/100 എന്ന് വരും. അതോടൊപ്പം തന്നെ n 1 ആണ്, അത് 2 × അത് അതിൻ്റെ ഇരട്ടിയാകും. ഇനി നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. അതായത് 25,000 നമ്മൾ നോർമലി ചെയ്യുന്നത് എങ്ങനെയാണ്? അതായത് 8% എന്നുള്ളത് അതിൻ്റെ നേരെ പകുതിയായി, 4% ആയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 104/100 എന്ന് വരും. ഇത് എത്ര ടൈംസ് എഴുതി മൾട്ടിപ്ലൈ ചെയ്യണം? അതായത് 2 ടൈംസ്. 104 × 100. അത് നമ്മൾ സാധാരണ ഇൻട്രസ്റ്റ് കാണുമ്പോഴത്തേക്കും, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആനുവലി കാണുമ്പോഴത്തേക്കും ചെയ്യുന്ന അതേ മെത്തേഡാണ് വന്നത്. അല്ലെങ്കിൽ തന്നെ നമുക്കിവിടെ പറയാൻ പറ്റും, ഇവിടെ 100 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ 100 + 4 ആണ് 104 എന്ന് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇത് നമുക്കിനി കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ സീറോസ് ക്യാൻസലായി, ഇവിടെ ഒരു സീറോയും ക്യാൻസലായി. ഇനി റിമൈനിങ് എന്താണ് ഇവിടെ അംശത്തിലുള്ളത്? 104 × 104 × 25. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന ആൻസർ 27,0400 ആണ്. ഡിവൈഡഡ് ബൈ ഇവിടെ ഒരു 10 ഉണ്ട്, ഈ 0 ക്യാൻസലായി.
ഇവിടെ നമുക്ക് 27,040 കിട്ടി. ഇതെന്ന് പറയുന്നത് എന്താണ്? എമൗണ്ട് ആണ്. 1 ഇയർ കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ ലഭിക്കുന്ന എമൗണ്ട് ആണ്. നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ടോട്ടൽ ഇൻട്രസ്റ്റ്. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഈ 27,040 നിന്ന് നമ്മൾ നിക്ഷേപിച്ച തുക 25,000 മൈനസ് ചെയ്താൽ മതി. ഇവിടെ 0402, അതായത് 2040 ആണ് നമുക്ക് ടോട്ടൽ ഇൻട്രസ്റ്റ് ലഭിക്കുക. ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ തന്നെ എന്താണ് ഈ അർദ്ധവാർഷികമായിട്ട് കൂട്ടുപലിശ കണക്കാക്കുക എന്ന ഒരു ബേസിക് മീനിങ് ഉണ്ടെങ്കിൽ ഇക്വേഷൻ യൂസ് ചെയ്യാതെ നമുക്ക് കണ്ടെത്താം. ആ മെത്തേഡാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് ഹാഫ് ഇയർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ 6 മാസം കൂടുമ്പോഴും നമ്മൾ പലിശ കണക്കാക്കുന്നു എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരുന്നത് ഒരു വർഷത്തെ ടോട്ടൽ ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഒരു വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 12 മാസം. അപ്പോൾ ഈ 12 മാസത്തിൽ 6 മാസങ്ങളുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1 തൊട്ട് 6 വരെയുള്ള മാസങ്ങൾ, സെക്കൻഡ് 6 മാസങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? 7 തൊട്ട് 12 വരെയുള്ള മാസങ്ങൾ. ഇതാണ് നമ്മൾ കണക്ക് കൂട്ടേണ്ടത്. ഈ ഒരു കാലയളവിൽ കിട്ടുന്ന പലിശയാണ് വേണ്ടത്. അപ്പം നമുക്ക് നോക്കാം. സാധാരണ എന്താണ് പലിശ കണക്കാക്കുന്ന സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ PNR ആണ്. അപ്പം ഇവിടെ 25,000 രൂപയാണ് നമ്മളുടെ നിക്ഷേപിച്ച തുക. അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 8% ആണെന്ന് അറിയാം. ഇനി 6 മാസം എന്നാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. അപ്പം നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 12 മാസത്തില് 6 മാസം എന്ന് പറയുമ്പോൾ ആ ഒരു വർഷത്തിന്റെ പകുതിയാണ്. സോ 1/2. അപ്പം 6/12 1/2 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ എന്ത് വരും? ഇവിടെ 4 വരും. അതായത് 8ന്റെ നേരെ പകുതി 4 വന്നു. സീറോസ് ക്യാൻസലായി. 25 × 4 100 ആണ്. അതിൻ്റെ കൂടെ ഒരു 0 കൂടെ വന്നു. 1000 രൂപ. അതായത് ഈ 2 ടേമിലും നമുക്ക് കിട്ടുന്ന പലിശ 1000 രൂപയാണ്. അതായത് ഈ 1000 രൂപ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നിക്ഷേപിച്ച തുകയ്ക്ക് കിട്ടുന്ന പലിശ. ഇനി നോക്കേണ്ടത് ഇതൊരു കൂട്ടുപലിശയാണ്. അപ്പൊ കൂട്ടുപലിശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ടേമിൽ 1000 രൂപ കിട്ടിയെങ്കിൽ സെക്കൻഡ് ടേമിൽ 1000ന്റെ കൂടെ ഈ ഫസ്റ്റ് ടേമിലെ പലിശയുടെ പലിശയും കൂടെ ഉണ്ട്. അതായത് ഈ 1000ന്റെ 4% ഞാൻ എടുക്കുന്നത്. അതായത് ഇവിടെ നമ്മൾ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. 8% 8%ന്റെ കൂടെ ഈ 1/2 കാലയളവോടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഇത് ഈസി ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ നേരെ ഈ 8% നേരെ പകുതി എടുക്കാന്ന് അങ്ങനെ കൺസിഡർ ചെയ്താൽ മതി. സീറോസ് ക്യാൻസലായി. 4 × 10 40 വന്നു. അപ്പൊ ഇവിടെ 1000 മാത്രമല്ല, അതിന്റെ കൂടുതൽ 40 രൂപയും കൂടെ കിട്ടും. അപ്പോൾ ഒരു വർഷത്തെ ടോട്ടൽ ഇൻട്രസ്റ്റ് ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇവിടെ 1000, ഇവിടെ 1000, 2000 വന്നു. 2000 + 40 2040. 7th one. If the number 357x4 is divisible by 6, then the value of x is option A 0, option B 1, option C 4, option D 2. ഇവിടെ തന്നിരിക്കുന്നത് നമുക്ക് തന്നിരിക്കുന്ന നമ്പർ 357x4 എന്ന് പറയുന്ന ഒരു നമ്പറിനെ 6 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 കൊണ്ട് അതിനെ നിശേഷം ഹരിക്കാൻ പറ്റും. അതിന്റെ റിമൈൻഡർ 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിൽ തന്നിരിക്കുന്ന ഈ എക്സ് എന്ന സ്ഥാനത്തെ അക്കം, ആ ഒരു സംഖ്യ, ആ നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഒരു നമ്പറിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഡിവിസിബിലിറ്റി ചെക്കിൽ തന്നെ പറയുന്നുണ്ട്. ഒരു നമ്പറിനെ 2 കൊണ്ടും 3 കൊണ്ടും നിശേഷം ഹരിക്കാമെങ്കിലാണ് നമുക്ക് ആ നമ്പറിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറയുക. അപ്പൊ ഇവിടെ നോക്കിയേ, ഈ തന്നിരിക്കുന്ന നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് എങ്ങനെ അറിയാൻ പറ്റും? അതിന്റെ എൻഡ് ഡിജിറ്റ് 0യോ ഇവൻ നമ്പറോ ആണെങ്കിൽ അതിനെ 2 കൊണ്ട് നമുക്ക് നിശേഷം ഹരിക്കാം. ഇവിടെ അത് 4 ആണ്. എൻഡ് ഡിജിറ്റ് എന്ന് പറയുന്ന ഒരു ഇവൻ നമ്പറാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ 2 കൊണ്ട് നമുക്ക് നിശേഷം ഹരിക്കാൻ പറ്റും. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് 3 കൊണ്ടുള്ള അതിന്റെ ആ ഡിവിസിബിലിറ്റി ചെക്കാണ്. അതെങ്ങനെയാണ് നമ്മൾ നോക്കുക? ഈ തന്നിരിക്കുന്ന നമ്പറിന്റെ ഈ നമ്പേഴ്സ്, ഈ ഒരു സംഖ്യയുടെ ഈ അക്കങ്ങളെല്ലാം തമ്മിൽ നമ്മൾ ആഡ് ചെയ്യും. ആഡ് ചെയ്തതിനു ശേഷം കിട്ടുന്ന ആ ഒരു നമ്പർ 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ നമ്പറിനെ 3 കൊണ്ട് നിശേഷം ഹരിക്കാമെന്ന് പറയാം. ഇതാണ് നമ്മളിവിടെ നോക്കുക. 7 + 3 10 വന്നു. 10 + 5 15, 15 + 4 19. ഈ 19 + ഇവിടെ അറിയാത്ത നമ്പർ എന്താണ്? എക്സ്. ഇത് ചെയ്ത് കിട്ടുന്ന ആൻസർ 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വേണം. ഇവിടെ ഓൾറെഡി 19 വന്നു. 19 കഴിഞ്ഞുള്ള ഈ ഒരു ഹയർ നമ്പേഴ്സ് 21, 24, 27 ഇത് ഏത് വരുമെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. നമുക്ക് ഓരോ ഓപ്ഷൻ വൈസ് നോക്കാം. 19 + 0 19 വരും. 19 + 1 20 വന്നു. 19 + 4 23 വന്നു. 19 + 2 21 വന്നു. ഇവിടെ നോക്കിയേ, ഈ 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുള്ളത് ഇതല്ലേ 21 ആണ്. അതുകൊണ്ട് തന്നെ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? 2 ആയിരിക്കും. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ. 8ാമത്തെ ക്വസ്റ്റ്യൻ. A company produces 18% more machines than the previous year if their production in the current year is 17,700 machines. The production of last year is option A 14,500, option B 17,000, option C 15,000, option D 15,500. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെക്കാളും 18% കൂടുതൽ മെഷീൻസ് ആണ് ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവരുടെ
ഈ വർഷത്തെ കറണ്ട് ഇയറിലെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 17,700 മെഷീൻസ് ആണെങ്കിൽ ലാസ്റ്റ് ഇയറിൽ എത്ര മെഷീൻസ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് ലാസ്റ്റ് ഇയർ അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ ഇത് എക്സ് എന്ന് എടുക്കാം. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? 100% ആണ്. ഇനി ഇവിടെ ഈ വർഷം 18% കൂടുതലെന്ന് പറയുമ്പം 18% കൂടുതലെന്ന് പറയുമ്പോൾ 100 + 18 118%. അതായത് എക്സിന്റെ 118% എന്ന് പറയുന്നതാണ് ഇപ്പം നമുക്ക് തന്നിരിക്കുന്നത് ഈ കറണ്ട് ഇയറിലെ 17,700. അപ്പം ഇതിൽ നിന്ന് സോൾവ് ചെയ്ത് എക്സിന്റെ വാല്യൂ കണ്ടെത്തുകയാണ് വേണ്ടത്. അതായത് നമ്മൾ ചെയ്തത് കഴിഞ്ഞ വർഷത്തത് എക്സ് എന്നെടുത്തു, അത് 100% ആണെന്ന് അറിയാം. 18% കൂടുതൽ എന്ന് പറഞ്ഞാൽ 100 + 18 118%. അപ്പം നേരത്തെ ഉള്ളതിന്റെ 118/100 ആണ് ഈ തന്നിരിക്കുന്ന ഈ കറണ്ട് ഇയറിലെ 17,700. ഇനി എക്സ് കാണുന്നത് എങ്ങനെയാണ്? എക്സ് ഈസ് ഈക്വൽ ടു 17,700 ഇൻറ്റു 118/100 ഇവിടെ വരുമ്പോൾ 100/118 എന്ന് വരും. ഇനി ഇത് സോൾവ് ചെയ്യുക. ആദ്യം ഞാനിവിടെ 2 കൊണ്ടാണ് ഇതിനെ രണ്ടിനെയും കട്ട് ചെയ്യുന്നതെങ്കിൽ 5 × 2 10 വന്നു, 9 × 2 18 വന്നു, 59 വന്നു. ഇവിടെ 8 × 2 16 വന്നു, റിമൈൻഡർ 1 ഉണ്ട്, 17 ആണ്. 8 × 2 16 വന്നു, ഇവിടെ 1 0 5 വന്നു 0, 8,850 വന്നു. ഇനി 8,850നെ 59 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യാം. ഇവിടെ 8859 വന്നു, ഇവിടെ 9, ഇവിടെ 25 295 എന്ന് വന്നു. അപ്പം 9ന്റെ ടേബിൾ നോക്കുമ്പോൾ അറിയാം 9 × 5 ലാസ്റ്റ് ഒരു 5 വരുന്നറിയാം. ഇവിടെ 4 വന്നു, 45. 5 × 5 25, 25 + 4 29 വന്നു, ഇവിടെ 5 വന്നു, ഇവിടെ 0 ഇറക്കി, ഈ 0 തന്നെ ഇവിടെ കൊണ്ട് 150 വന്നു. അതായത് ഇവിടെ നമ്മൾ കട്ട് ചെയ്തപ്പോൾ നമുക്ക് ലഭിച്ചത് 150 × 2 zeros കൂടെ, അതായത് 100ന്റെ 2 zeros കൂടെ കൊടുത്തു. അപ്പം 15,000 മെഷീൻസ് ആണ് ലാസ്റ്റ് ഇയറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. 9th one. In a class of 50 students, 32 students passed in English and 38 students passed in Maths. If 20 students passed in both the subjects, the number of students who passed neither English nor Maths is. Option A 12, option B 0, option C 1, option D 18. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ക്ലാസ്സിൽ ടോട്ടൽ 50 പിള്ളേരാണുള്ളത്, 50 കുട്ടികളുണ്ട്. അതിൽ ഇംഗ്ലീഷിന് പാസ്സായവർ 32 പേര്, 38 സ്റ്റുഡൻസും മാത്സിനും പാസ്സായി. ഈ 2 സബ്ജക്റ്റിനൂടെ പാസ്സായവരാണ് 20 സ്റ്റുഡൻസ്. ചോദിച്ചിരിക്കുന്നത് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു പാസ് നെയ്തർ ഇംഗ്ലീഷ് നോർ മാത്സ്. അതായത് 2 സബ്ജക്റ്റിനും പാസ്സാകാത്തവർ, 2 സബ്ജക്റ്റിനും കൂടെ തോറ്റുപോയവർ എത്രയുണ്ടെന്നാണ്. ഇത് ചെയ്യാൻ വേണ്ടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക 50 - 32 + 38 - 20. അതായത് ഇംഗ്ലീഷിന് മാത്രം പാസ്സായവർ 32 പേര്, മാത്സിന് മാത്രം പാസ്സായവർ 38 പേര്. ഇത് തമ്മിൽ ആഡ് ചെയ്യുക. 30 60 വന്നു, 8 2 10 ആണ്. ഇവിടെ 70 വന്നു. ഇനി അതിൽ നിന്ന് 2 സബ്ജക്റ്റിനൂടെ പാസ്സായവരുടെ നമ്പർ മൈനസ് ചെയ്യുക. 20 മൈനസ് ചെയ്തു 50 വന്നു. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 50 ആണ്. അതിൽ നിന്ന് ഈ പാസ്സായവരുടെ നമ്പർ മൈനസ് ചെയ്താൽ മതി. അപ്പം തോക്കുന്നവരുടെ 2 സബ്ജക്റ്റിനോട് തോറ്റവരുടെ നമ്പർ കിട്ടും. അപ്പൊ 50 50 മൈനസ് ചെയ്താൽ എന്ത് വരും? 0. അപ്പൊ ഇവിടുത്തെ ആൻസർ 0 ആണ്. ഓപ്ഷൻ ബി ആണ്. ഈ വെൻ ഡയഗ്രാം കൂടി നമുക്ക് നോക്കാം. അപ്പോൾ കുറച്ചുകൂടി കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നോക്കുക, ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന സർക്കിൾ ഇംഗ്ലീഷിനെ റെപ്രസെന്റ് ചെയ്യുന്നു, ഇത് മാത്സിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇംഗ്ലീഷിന് മാത്രമായിട്ട് 32 പേരും മാത്സിന് മാത്രമായിട്ട് 38 പേരും ജയിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു ക്ലാസ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നു. 50 സ്റ്റുഡൻസ് ആണ് ഇവിടെ ഉള്ളത്. ഞാൻ ഇവിടെ ഈ 2 സർക്കിളും കമ്പൈൻ ചെയ്ത് വരച്ചിരിക്കുന്നത്. അതിന്റെ റീസൺ എന്താണ്? 2 സബ്ജക്റ്റിനൂടെ ജയിച്ചവരുടെ എണ്ണം 20 സ്റ്റുഡൻസ്. അതാണ് ഈ 2 സർക്കിളുടെ ജോയിൻ ചെയ്ത് ഈ ഭാഗത്ത് നമ്മൾ കാണിച്ചിരിക്കുന്നത്. 20 സ്റ്റുഡൻസ് ആണ് ഈ 2 സബ്ജക്റ്റിനൂടെ ജയിച്ചിരിക്കുന്നത്. ഇനി നോക്കുക, ഇംഗ്ലീഷിന് മാത്രം എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 32 പേര് ജയിച്ചിട്ടുണ്ട്. അപ്പൊ 32 എന്ന് പറയുന്നത് 20 കൂടെ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 32 20 മൈനസ് ചെയ്താൽ ബാക്കി 12 ഇവിടെ വരും. ഇനി മാത്സിന്റെ കേസ് നോക്കുക, 38 ആണ് മാത്സിന് മാത്രം പറയുന്നത്. 38 എന്ന് പറയുമ്പോൾ 20 കൂടെ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. 38 20 മൈനസ് ചെയ്താൽ ബാക്കി 18. അതായത് ഇവിടെ ഈ സർക്കിളിൽ നമ്മൾ കാണിക്കുന്നത് ഇംഗ്ലീഷിനും മാത്സിനൂടെ ജയിച്ചവരുടെ എണ്ണമാണ്. അതൊന്ന് ടോട്ടൽ ആഡ് ചെയ്ത് നോക്കിയേ. 18 12 18 നോക്കുവാണെങ്കിൽ 10 20 8 2 10 ആണ്. 30 വന്നു. 30 + 20 വരുമ്പോൾ 50 വന്നു. ഈ 2 സബ്ജക്റ്റിനൂടെ ജയിച്ചവര് 50 പേരാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഈ 2 സബ്ജക്റ്റിനോട് തോറ്റവരുടെ എണ്ണമാണ്. ടോട്ടൽ 50 സ്റ്റുഡൻസിൽ 50 പേര് ജയിച്ചു കഴിഞ്ഞാൽ ബാക്കി 0. അപ്പൊ ഇവിടുത്തെ ആൻസർ 0 ആണ്. 10th one. John and Jacob started a business contributing ₹60,000 and ₹50,000 respectively. At the end of the year, the profit was ₹35,000, in which ₹13,000 was used to furnish the office.
If they divide the remaining profit proportionately, Jacob will get dash as his share. Option A 10,000, option B 12,000, option C 18,000, option D 15,000. ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ജോൺ ജേക്കബ് രണ്ടുപേരുണ്ട്. അവരൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അവർ കോൺട്രിബ്യൂട്ട് ചെയ്ത എമൗണ്ട് പറയുന്നുണ്ട്. അപ്പം ഇവിടെ നോക്കുക, ജോൺ ആണ് 60,000 രൂപ, ജേക്കബാണ് 50,000 രൂപ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ ദ പ്രോഫിറ്റ് വാസ് ₹35,000. അപ്പോൾ ആ ബിസിനസ്സിന് കിട്ടിയ ലാഭം 35,000 രൂപയാണ്. ഈ 35,000 രൂപയിൽ 13,000 രൂപ അവരുടെ ഓഫീസ് ഫർണിഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തു. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇഫ് ദേ ഡിവൈഡ് ദ റിമൈനിങ് പ്രോഫിറ്റ്, അതായത് 35,000 നിന്ന് 13,000 കഴിഞ്ഞുള്ള റിമൈനിങ് എമൗണ്ട് ഇവരത് ഷെയർ ചെയ്യുവാണെങ്കിൽ ജേക്കബിന് എത്രയാണ് കിട്ടുക എന്ന്, എത്ര എമൗണ്ട് ആണ് അവൻ്റെ ഷെയർ ആയിട്ട് കിട്ടുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് നോക്കാം. ജോൺ ജേക്കബ് അവര് എത്ര എമൗണ്ട് വെച്ചാണ് കോൺട്രിബ്യൂട്ട് ചെയ്തതെന്ന് അറിയാമെങ്കിൽ അവരുടെ റേഷ്യോ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതിനുവേണ്ടി എന്താണ്, രണ്ടിൻ്റെയും സെയിം നമ്പർ കൊണ്ട് ഞാൻ കട്ട് ചെയ്യുന്നു. ഇവിടെ നമുക്കറിയാം 10,000 കൊണ്ട് രണ്ട് നമ്പറിനെ എനിക്ക് കട്ട് ചെയ്യാൻ പറ്റും. സീറോസ് ക്യാൻസൽ ആയിപ്പോയി. 6:5 എന്ന് വന്നു. അതായത് ജോണിന് 6ഉം ജേക്കബിന് 5ഉം. ആ ഒരു രീതിയിൽ നമുക്ക് റേഷ്യോ ലഭിച്ചു. 35,000 രൂപയാണ് ലാഭം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് 13,000 രൂപ അവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി റിമൈനിങ് എന്താണ്, 22,000 റുപ്പീസ് ഉണ്ട്. അപ്പം 22,000 രൂപ ഇവരിനി ഭാഗിക്കുമ്പം ജേക്കബിന് കിട്ടുന്നതാണ് ചോദിക്കുക. അപ്പം 22,000 രൂപയാണ് ഇവർ ഭാഗിക്കുന്നതെന്ന് അറിയാം. ജേക്കബിന് കിട്ടുന്നത് 5 ആണ്. എത്രയിലാണ്, 6 + 5 11. 5/11 കൊണ്ട് നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 11 × 2 ആണ് 22. 2,000 × 5 എന്ന് വന്നു. 5 × 2 10 വന്നു. റിമൈനിങ് 3 സീറോസും കൂടെ വന്നു. 10,000. അപ്പം ജേക്കബിന് ലഭിക്കുന്ന എമൗണ്ട് 10,000 റുപ്പീസ് ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. In a hostel, there is enough food for 50 students to last for 30 days. After 6 days, 25 more students are admitted to the hostel. Now, how many more days the food is going to last? Option A 10, option B 12, option C 16, option D 20. ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഒരു ഹോസ്റ്റലിൽ 50 കുട്ടികൾക്ക് 30 ദിവസത്തേക്ക് അത്രയും ഫുഡാണുള്ളത് ഒരു ഹോസ്റ്റലിൽ. ആഫ്റ്റർ 6 days, 6 ദിവസം കഴിഞ്ഞപ്പം 25 കൂടുതൽ കുട്ടികൾ അവിടേക്ക് ആ ഹോസ്റ്റലിലേക്ക് വന്നു. ഹൗ മെനി മോർ ഡേയ്സ് ദ ഫുഡ് ഈസ് ഗോയിങ് ടു ലാസ്റ്റ്? അങ്ങനെയാണെങ്കിൽ ഇനി എത്ര ദിവസം കൂടി ആ ഫുഡ് കാണുമെന്നാണ് ചോദിക്കുക. അപ്പം നമുക്ക് നോക്കാം. 50 സ്റ്റുഡൻസിന് 30 ദിവസത്തേക്കുള്ള ഫുഡുണ്ട്. ഇവിടെ 6 ദിവസം കഴിഞ്ഞുള്ള കാര്യമാണ് പറയുന്നത്. 6 ദിവസം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ 30-ൽ നിന്ന് 6 മൈനസ് ചെയ്താൽ 24. ബാക്കി ഇനി എത്ര ഫുഡാണ് അവിടെ ഉള്ളത്? അതായത് 50 കുട്ടികൾക്ക് 30 ദിവസമുള്ള ഫുഡ് ഉണ്ടായിരുന്നു. ഇനി 24 ദിവസമായി, 6 ദിവസം കഴിഞ്ഞു. ബാക്കി 24 ദിവസത്തെ കേസ് ചോദിക്കുകയാണെങ്കിൽ ഈ 50 കുട്ടികൾക്ക് 24 ദിവസത്തേക്കുള്ള ഫുഡാണുള്ളത്. 50 × 24 ഇത്രയുമാണ് റിമൈനിങ് ഫുഡ് ഉള്ളത്. ഇനി ഇപ്പം 50 പേരാണുള്ളത്, പകരം 25 പേരും കൂടി വന്നു. 50 + 25 75 പേരായി. ഈ ടോട്ടലുള്ള ഈ റിമൈനിങ് ഉള്ള ഈ ഫുഡ് 75 പേരാണ് ഇനി യൂസ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണ് എത്ര ദിവസം കൂടി ആ ഫുഡ് നിലനിൽക്കുമെന്നാണ് ചോദിക്കുന്നത്. അപ്പം ഇതിനെ എന്ത് ചെയ്യണം, ഈ ടോട്ടൽ റിമൈനിങ് ഉള്ള ഫുഡിനെ 75 നമ്പർ കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യുവാണ്. ഇവിടെ നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. 5 കൊണ്ട് കട്ട് ചെയ്യുവാണെങ്കിൽ 10 × 5 50 വന്നു. 15 × 5 ആണ് 75. 5 × 2 10, 5 × 3 15. അവിടെ നമുക്കറിയാം 8 × 3 ആണ് 24, 8 × 2 16. അപ്പം ഇവിടെ ബാക്കി 24 ദിവസത്തേക്ക് 50 പേർക്കുള്ള ഫുഡ് 75 പേരായാലും ഇനി 16 ദിവസം കൂടെ കാണത്തുള്ളൂ. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ് 60. 12ാമത്തെ ക്വസ്റ്റ്യൻ. An article is sold at ₹4,375. If it is sold at a loss of 12.5%, what was the cost price? Option A 4,400, option B 5,500, option C 4,750, option D 5,000. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു ആർട്ടിക്കിള് നമ്മൾ വിറ്റ വില തന്നിട്ടുണ്ട് 4,375 രൂപ. അത് വിറ്റത് 12.5% നഷ്ടത്തിലാണെന്നും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കോസ്റ്റ് പ്രൈസ്, അതിൻ്റെ വാങ്ങിയ വിലയാണ് ചോദിക്കുക. അപ്പോൾ ഇവിടുത്തെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ 100% ആണ്. ഇവിടെ നഷ്ടമാണ് പറഞ്ഞിരിക്കുന്നത്. നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, 100-ൽ നിന്ന് ആ 12.5% മൈനസ് ചെയ്താൽ ബാക്കി 87%. അപ്പോൾ ഈ കോസ്റ്റ് പ്രൈസിൻ്റെ 87% എന്ന് പറഞ്ഞാണ് ഇവിടെ തന്നിരിക്കുന്ന 4,375. അപ്പോൾ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 87.5% എന്ന് പറയുന്നതാണ് ഇവിടെ തന്നിരിക്കുന്ന 4,375. ഇതിൽ നിന്ന് ഈ കോസ്റ്റ് പ്രൈസ് നമുക്ക് കാണാവുന്നതേ ഉള്ളൂ. ഇനി നമുക്കറിയാം 87.5% എന്ന് പറയുന്നതിനോട് ഈക്വൽ ആണ് 7/8. അപ്പം ഇങ്ങനെ ഈ വാല്യൂ അറിയാമെങ്കിൽ ഈ ശതമാനത്തിന് പകരം എന്താണ് 7/8 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി.
നമുക്ക് നോക്കാം. കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 7/8 ഈസ് ഈക്വൽ ടു 4375. അപ്പോൾ ഇതിൽ നിന്ന് കോസ്റ്റ് പ്രൈസ് കാണാൻ വേണ്ടി എന്ത് ചെയ്യും? 4375 7/8 ഇവിടെ വരുമ്പോഴത്തേക്കും അതിൻ്റെ റെസിപ്രോക്കൽ 8/7. നമുക്കിത് 7 കൊണ്ട് 4375 ഒന്ന് കട്ട് ചെയ്യാം. 43 എന്ന് പറയുമ്പോൾ 7 × 6 42 വന്നു 17. 7 × 2 14 7 നിന്ന് 4 പോയി കഴിഞ്ഞാൽ 3 വന്നു 35. 7 × 5 35. 625 എന്ന് വന്നു. 625 × 8. 8 × 5 40 4 ഉണ്ട് റിമൈൻഡർ. 16 + 4 20 വന്നു 2 ഉണ്ട് റിമൈൻഡർ. 8 × 6 48 2 50. 5000 രൂപ. അതായത് ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ. ഇതിന്റെ കോസ്റ്റ് പ്രൈസ് 5000 രൂപയാണ്. ഈ 5000ന്റെ 12% അത്രയും കണ്ടെത്തിയത് മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് 4370. ഇതാണ് അതിന്റെ വിറ്റ് വിലയും തന്നിരിക്കുന്നത്. അപ്പൊ നമ്മളോട് കോസ്റ്റ് പ്രൈസ് ആണ് ചോദിച്ചത്. 5000 ആണ് ഇവിടുത്തെ ആൻസർ. ഇവിടെ എല്ലാവർക്കും ഈ 87.5% 7/8 എന്ന് അറിയത്തില്ല. അങ്ങനെയുള്ളവർ എന്താണ് ചെയ്യേണ്ടത്? 87 1/2. ഇതിനെ ആദ്യം എന്ത് ചെയ്യണം? ഇത് മിശ്ര ഭിന്നമാണ്. ഇതിനെ നമ്മൾ ഇംപ്രോപ്പർ വിഷമ ഭിന്നത്തിലേക്ക് മാറ്റണം. 2 ഡിനോമിനേറ്റർ എഴുതി 87 × 2 174. 174 + 1 175. അപ്പം 175/2 എന്ന് വന്നു. ഇത്രയും പെർസെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ശരിക്കും എന്ത് വരും? 175/2 പെർസെന്റിന്റെ 100 താഴെ വരും. അപ്പൊ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് കോസ്റ്റ് പ്രൈസിന്റെ 87% എന്ന് പറയുമ്പോൾ അതിന് പകരമായിട്ട് 175/2 × 100. ഇത്രയെന്ന് പറയുന്നതാണ് എന്ത്? 4375. ഇനി കോസ്റ്റ് പ്രൈസ് കാണാൻ വേണ്ടി 4375 × 2 × 100 മുകളിൽ വരും. 175 താഴെ വരും. ഇത് ചെയ്ത് നോക്കുക. ഇതിന്റെ ആൻസർ 5000 തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പൊ ഇങ്ങനെ കുറച്ച് വാല്യൂസ് അറിഞ്ഞിരുന്നാൽ കൂടുതൽ സമയം പാഴാക്കാൻ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. In a trial average method, the average of 20 numbers is assumed to be 24. The sum of deviations of the number from 24 is found to be -15. What is the average? Option A 23.75, option B 23.25, option C 24.75, option D 24.25. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്ന് 20 നമ്പേഴ്സിന്റെ കേസാണ്. ടോട്ടലി 20 നമ്പർ ആണുള്ളത്. ആ നമ്പറിന്റെ അസ്യൂംഡ് മീൻ എന്ന് പറയുന്നത് 24 ആണ്. അസ്യൂം ചെയ്തിരിക്കുന്ന ആവറേജ് എന്ന് പറയുന്നത് 24 ആണ്. സം ഓഫ് ഡീവിയേഷൻസ് ഓഫ് ദ നമ്പർ ഫ്രം 24 ഇസ് ഫൗണ്ട് ടു ബി -15. അതായത് ഓരോ നമ്പറും ഈ അസ്യൂംഡ് മീനും തമ്മിലുള്ള ഡിഫറൻസ്, അത് തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്തിയതിനു ശേഷം അതിന്റെ സം അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് -15 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആവറേജ് കാണാനാണ് പറയുക. ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ അസ്യൂംഡ് മീൻ പ്ലസ് സം ബൈ n ആണ്. നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഇവിടെ അസ്യൂം ചെയ്തിരിക്കുന്ന മീൻ 24 ആണെന്ന് അറിയാം. പ്ലസ് സം എന്ന് പറയുന്നത് -15 ആണ്. n എത്രയാണ്? 20 നമ്പേഴ്സ്. നമുക്കത് ചെയ്ത് നോക്കാം. ഇവിടെ 15ഉം 20ഉം കൂടെ 5 കൊണ്ട് നമുക്ക് കട്ട് ചെയ്യാം. 5 × 3 15, 5 × 4 20. അപ്പം 24 പ്ലസ് മൈനസും പ്ലസ് ആകുമ്പോൾ മൈനസ് ആണ് വരിക. 3/4 എന്ന് പറഞ്ഞാൽ എന്താണ്? 0.75 ആണെന്ന് അറിയാം. 0.75 അല്ലെ 3/4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം അറിയാത്തവര്. ഇനി ഇവിടെ 24 പ്ലസ് -75 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? 24.00 ആണ്. 0.275 മൈനസ് ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ 25 വന്നു, ഇവിടെ 23 വന്നു. 23.25 എന്ന് വന്നു. ഇതാണ് ആവറേജ്. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ നമുക്ക് 20 നമ്പേഴ്സ് ആണുള്ളത്. ആ 20 നമ്പേഴ്സിന്റെ ആവറേജ് അസ്യൂംഡ് മീൻ എന്ന് പറയുന്നത് 24 ആണ്. ഇനി 24ൽ നിന്ന് ആ ഓരോ നമ്പറിലേക്കുള്ള വ്യത്യാസം കണ്ടെത്തിയതിനു ശേഷം അതെല്ലാം കൂടെ ആഡ് ചെയ്താണ് നമുക്ക് സം -15 തരുന്നത്. ഈ സം ബൈ n എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ഈ തന്നിരിക്കുന്ന ആ വ്യത്യാസങ്ങളുടെ ആകെ 15 എന്നുള്ളതിന്റെ ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ ആവറേജ് ആണ് കിട്ടുക. ഈ ആവറേജ് ആണ് ഈ അസ്യൂംഡ് മീൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുക. ഇവിടെ ഇത് മൈനസ് ആയിരുന്നുകൊണ്ടാണ് ഇവിടെ 24 -0.75 വന്നു. ഇവിടെ ഇങ്ങനെയാണ് പുതിയ ആവറേജ് കിട്ടുക. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ് 23.25. ഇനി ഇത് ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നമുക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.